നമസ്കാരം. ആസ്ട്രോ ടോക്സ് മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നക്ഷത്രങ്ങളിലൂടെയുള്ള നമ്മുടെ തീർത്ഥാടനം, ക്ഷേത്രായനം, അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്തിൽ നാം അശ്വതി നക്ഷത്രത്തെക്കുറിച്ചും കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തെക്കുറിച്ചും മനസ്സിലാക്കി. ഇന്ന് നക്ഷത്രമണ്ഡലത്തിലെ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കായി കരുതിവച്ചിരിക്കുന്ന ആത്മീയ രഹസ്യങ്ങളിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. ജ്യോതിശാസ്ത്രത്തിലെ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. അശ്വതി കഴിഞ്ഞാണ് ഇത് വരുന്നത്. മേടം രാശിയിലെ രണ്ടാമത്തെ നക്ഷത്രമായ ഇത് ഭദ്രകാളി പ്രധാനമായ നക്ഷത്രമാണെന്നാണ് വിശ്വാസം. ശ്രീ മഹാദേവന്റെ അനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമായി നിങ്ങളുടെ നക്ഷത്രത്തോടൊപ്പം പേരുകൂടി കമന്റിൽ രേഖപ്പെടുത്തുക. ആരംഭിക്കാം. വളരെ പ്രസന്നതയോടെ പെരുമാറുന്നവരാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ. ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി നിറവേറ്റുന്ന ഇവർ തങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും അതിന് വില കൊടുക്കാറില്ല. ഉള്ളിലൊരു കൊടുങ്കാറ്റുണ്ടെങ്കിൽ പോലും അതിന്റെ നേരിയ വ്യത്യാസം പോലും ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് കാണില്ല. പുതിയ ആശയങ്ങൾ കണ്ടെത്തുവാനും അത് കൃത്യമായി പ്രവൃത്തിയിലെത്തിക്കുവാനും കഴിയുന്നവരാണ് ഈ രാശിക്കാർ. തങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ജീവിതത്തിൽ ഉയർച്ചകളിൽ എത്തുന്നവരാണിവർ. താൽക്കാലിക ലാഭത്തിനു വേണ്ടി കുറുക്കുവഴികൾ സ്വീകരിക്കാത്ത ഇവർ നേരെ വാ നേരെ പോ പ്രകൃതക്കാരാണ്. ചില സമയങ്ങളിൽ ഇവർ വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കാറുമുണ്ട്. ഭരണി പത്തിൽ പ്രഭു എന്ന് പഴമുക്കാർ പറയാറുണ്ട്. കഠിനാധ്വാനം കൊണ്ടും തളരാത്ത മനക്കരുത്തും കൊണ്ടും ജീവിത വിജയം നേടുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ. എന്നാൽ ഉയർച്ചാ താഴ്ചകൾ നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങാനും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാനും ഭരണി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഒരു പുണ്യ സങ്കേതമുണ്ട്. കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ കോപാകുലനായ ശിവൻ പ്രത്യക്ഷപ്പെടുകയും വലിയ യുദ്ധമുണ്ടാവുകയും ചെയ്തു. അവസാനം മാർക്കണ്ഡേയന് മരണമില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞു മാത്രമേ മോചനം ലഭിച്ചുള്ളൂ. ഈ സംഭവങ്ങളെല്ലാം നടന്നത് ഇന്നത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണെന്നാണ് വിശ്വാസം. മാർക്കണ്ഡേയൻ പൂജിച്ചിരുന്ന ശിവലിംഗശില ഇവിടെ കാലാന്തരത്തിൽ നശിച്ചുപോയി. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് അവിചാരിതമായി ശിവലിംഗശില ഇവിടെ നിന്ന് കണ്ടെടുക്കുകയും ഇവിടെ വീണ്ടും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനം നൽകുന്ന സ്വയംഭൂ ശിവലിംഗമാണിവിടെയുള്ളത്. യവനെ തോൽപ്പിച്ച കാലാന്തകനായ ശിവനെ ആരാധിക്കുന്ന ഇവിടെ മൃത്യുഞ്ജയ ഭാവത്തിലാണ് ശിവനുള്ളത്. ഗണപതി, യക്ഷിയമ്മ, അയ്യപ്പൻ, നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരക്ഷസ്, ശ്രീകൃഷ്ണൻ എന്നീ ഉപദേവതകളാണ് ഇവിടെയുള്ളത്. കൊല്ലം ജില്ലയിലെ പ്രധാന ഉത്സവങ്ങളിലൊന്ന് ഇവിടെ നടക്കുന്നു. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഇവിടുത്തെ ഉത്സവത്തിന്റെ ആറാട്ട് കുംഭത്തിലെ തിരുവാതിരയിലാണ് നടക്കുന്നത്. ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയിലെ എടുപ്പുകുതിരകൾക്ക് പ്രത്യേക ഭംഗിയാണ്. ശയനപ്രദക്ഷിണം, ജലധാര, മൃത്യുഞ്ജയ ഹോമം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ഭരണി നക്ഷത്രക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ അറിവുകൾ ഏറെ ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തിനായും ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുമുള്ള ഊർജ്ജത്തിനായും തൃക്കടവൂർ മഹാദേവന്റെ തിരുനടയിലേക്ക് നമുക്കൊരു യാത്ര പോകാമല്ലോ. മൃത്യുഞ്ജയ ഭാവത്തിലുള്ള ആ ലോകഗാഥന്റെ അനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ അറിവ് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഓരോ നക്ഷത്രങ്ങളുടെയും ജന്മക്ഷേത്രങ്ങളെക്കുറിച്ചും ദോഷപരിഹാരങ്ങളെക്കുറിച്ചും വരും ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. ആ അറിവുകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ആസ്ട്രോ ടോക്സ് മലയാളം എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുമല്ലോ. നിങ്ങളുടെ നക്ഷത്രം ഭരണിയാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും പ്രാർത്ഥനകളും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അടുത്ത നക്ഷത്രവിശേഷവുമായി ക്ഷേത്രായനത്തിന്റെ 3-ാം അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.